ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ചെറിയൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറയുന്നുണ്ടായിരുന്നു ജിൻസി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഇരുന്ന് എല്ലാം കേട്ടോണ്ട് ചേച്ചിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. ഇപ്പം ജിൻസിയുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ആണ്. അപ്പം എനിക്ക് അതിനകത്ത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ എനിക്ക് എന്നെക്കാട്ടി കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത് ജിൻസിക്കാണ്. അതുകൊണ്ടാണ് ജിൻസി അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ വിഷയം, എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കതിനകത്ത് പറയാൻ പറ്റും. അപ്പോൾ പലരും പറയും, നെഗറ്റീവായിട്ട് ഒത്തിരി കമൻറ്റ്സ് വന്നു, പോസിറ്റീവായിട്ടാണ് അതിൽ കൂടുതൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ. അപ്പോൾ ജിൻസി, അപ്പോൾ ഇന്നെന്താണ് പുതിയ സംസാരിക്കുക? ഇന്നും അതുപോലെ തന്നെ ഇന്നും നേഴ്സിങ്ങിൻ്റെ ഇതായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നേക്കുന്നത്. അപ്പം എന്നെക്കാട്ടി കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ജിൻസിയാണ്. ഇനി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കമൻറ്റ്സ് വരില്ല, ചേട്ടനോ അല്ലെങ്കിൽ ഞാനൊന്നും കൂടുതലൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ ജിൻസി, അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിൽ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ UK എന്നൊക്കെ നമുക്ക് വന്നപ്പോൾ ഈസി ആയിരുന്നു. നമുക്ക് ഡയറക്റ്റ്ലി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ന്യൂസിലാൻഡിൽ പോകാതെ തന്നെ നമുക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്ത് വരാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. ന്യൂസിലാൻഡ് ഇതുപോലെ തന്നെ നേഴ്സസിന് ജോലി ചെയ്യാനും സെറ്റിൽ ആവാൻ പറ്റിയ ഒരു കൺട്രിയാണ്. എന്നാലും കുറേ പേരൊക്കെ ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയക്ക് വരുന്നുണ്ട്. കാരണം ന്യൂസിലാൻഡ് വൺസ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ ഈ ധാരാളം നേഴ്സസ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് തന്നെ ഓസ്ട്രേലിയക്ക് വരാനാണ്. അവരല്ലാതെ ന്യൂസിലാൻഡിൽ പോയി വർക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ പുതിയ ചേഞ്ചസ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു BSc നേഴ്സ് ആയിരിക്കണം. നമുക്കൊരു ഇംഗ്ലീഷ് കോമ്പിറ്റൻറ്റ് ടെസ്റ്റ് വേണം. അതായത് IELTS OET നമുക്ക് എഴുതാൻ പറ്റും. നമുക്കൊരു അവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കൽ അവേഴ്സ് എത്ര അവേഴ്സാണോ വർക്ക് ചെയ്തതെന്നുള്ളത് അത് നമുക്ക് 1800 അവേഴ്സാണ് വേണ്ടത്. ഈ 1800 അവേഴ്സ് നമുക്കൊരു 1 ഇയർ കൊണ്ട് ഒരു ഫുൾ ടൈം ജോലി ചെയ്താൽ മെറ്റേണിറ്റി ലീവും മറ്റേ സിക്ക് ലീവും ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു 1800 അവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. പിന്നെ ഓസ്കി കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമാണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടത്. നമുക്കിതിൻ്റെ ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ നമ്മുടെ ന്യൂസിലാൻഡ് നഴ്സിംഗ് വെബ്സൈറ്റിൻ്റെ സൈറ്റിൽ പോയാൽ ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സസിൻ്റെ എങ്ങനെയാണ് ഓവർസീസ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഫുൾ അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് IQN ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി നമ്മൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനീ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് വേണം. ഒന്ന് വേണ്ടത് ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് ബൈ CGFNS-ഉം രണ്ടാമത്തത് വേണ്ടത് ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് ബൈ നഴ്സിംഗ് കൗൺസിലും. അപ്പം ഈ CGFNS ആണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇനിഷ്യലി വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ CGFൻ്റെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ലൈസൻസിങ്ങും അവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് CGFNS. അപ്പോൾ CGFNS ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് CGFNS ഒരു അക്കൗണ്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, സെക്കൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, തേർഡ് കറണ്ട് രജിസ്ട്രേഷൻ, കറണ്ട് ഓവർസീസ് രജിസ്ട്രേഷൻ. നമ്മളിപ്പോൾ എവിടെയാണോ, ഇന്ത്യയിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കറണ്ട് നഴ്സിംഗ് ലൈസൻസ് വേണം നമുക്ക്. പിന്നീട് നമുക്കൊരു നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, അത് നേരത്തെ പറഞ്ഞതുപോലെ BSc നഴ്സിംഗ് ആണ് കറണ്ട് നഴ്സിംഗ് ലൈസൻസ് ചോദിച്ചേക്കുന്നത്. പക്ഷേ GNMകാർക്കും ചെയ്യാം. അതിനൊരു എക്സ്ട്രാ പ്രോസസ്സ് എന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷേ എക്സ്ട്രാ വെരിഫിക്കേഷൻസ് ജനറൽ നഴ്സസിന് അവർ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പിന്നെ വേണ്ടത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ ക്വാളിഫൈഡ് ആയതിനു ശേഷം നമുക്കുള്ള എക്സ്പീരിയൻസ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1800 അവേഴ്സാണ്. ഇനി ഫസ്റ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് പോകാം. ഐഡൻറ്റിറ്റിയിലേക്ക് വേണ്ട നമുക്ക് പാസ്പോർട്ടോ നമ്മുടെ ഒരു ഗവൺമെൻറ് ഇഷ്യൂഡ് IDയോ അല്ലെങ്കിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ നമ്മളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന എന്തെങ്കിലുമാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടത്. ഇനി വേണ്ടത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, അതായത് നമ്മുടെ IELTS OET. അപ്പം കറൻ്റ്ലി OETയും IELTSും ആണ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് അവർ നോക്കുന്നത്. അപ്പം OETക്കാണെങ്കിൽ ലിസണിങ്ങിനും റീഡിങ്ങിനും സ്പീക്കിങ്ങിനും 350 ആണ് സ്കോർ വേണ്ടത്. റൈറ്റിങ്ങിനാണെങ്കിൽ 300 മതി. പിന്നെ IELTS ആണെങ്കിൽ നമുക്ക് വേണ്ടത് 7 ആണ് ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും റീഡിങ്ങിനും. പക്ഷേ റൈറ്റിങ്ങിനാണെങ്കിൽ 6.5 മതി. പിന്നെ വേണ്ടത് നമുക്കൊരു കറണ്ട് രജിസ്ട്രേഷൻ, അതായത് കറണ്ട് രജിസ്ട്രേഷൻ നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ UK നമ്മുടെ NMC നഴ്സിംഗ് ലൈസൻസ്, അങ്ങനെ ഏത് കൺട്രിയിലാണോ ആ കറണ്ട് രജിസ്ട്രേഷൻ നമുക്ക് വാലിഡ് ആയിരിക്കണം. പിന്നെ
പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്, അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 1800 ആണ് അവർ പറഞ്ഞേക്കുന്ന അവേഴ്സ്. അപ്പോൾ ഇത്രയും ഇനിഷ്യലി ഉള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് CGFNS കിട്ടും. അപ്പോൾ ഈ CGFNS ചെയ്ത് നമ്മളുടെ എല്ലാ പ്രോസസ്സും നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റേഷനൊക്കെ നമുക്ക് ശരിക്കും ലേറ്റ് ആവും. അപ്പോൾ ലേറ്റ് ഒന്നും ആവാതെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും CGFNS പ്രോസസ്സ്. അപ്പോൾ അവരതിൽ പറയുന്ന 30 days കൊണ്ട് തന്നെ CGFNS നമ്മുടെ പ്രോസസ്സൊക്കെ വെരിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജിൻസി, ഇപ്പം നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ എഴുതിയിട്ട് ആദ്യത്തെ തവണ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അത് എഴുതി ഫെയിൽഡ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷോ OETയോ നമ്മൾ ഫസ്റ്റ് ടൈം എഴുതിയിട്ട് ആ സ്കോർ മീറ്റപ്പ് ആവുന്നില്ലെങ്കിൽ നമ്മൾ അത് 12 monthsനുള്ളിൽ എഴുതിയെടുത്താൽ മതി. അപ്പോൾ ആ ഫസ്റ്റ് സ്കോറും സെക്കൻഡ് സ്കോറും തമ്മിൽ 12 months നമുക്ക് ഇത് ചെയ്യാം, ആഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇപ്പം പണ്ടൊക്കെ നമുക്ക് UK നമുക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു, രജിസ്ട്രേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം UK അല്ലാതെ വേറെ ഏതെങ്കിലും കൺട്രീസിലാണ് നമ്മൾ പഠിക്കുകയോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ പറ്റുമോ? അത് നമ്മളിപ്പോൾ പറയുന്നത് ഓവർസീസായിട്ട് ഉള്ള ഒരു നേഴ്സ് ഓവർസീസിൽ പഠിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഓവർസീസിൽ ഡയറക്റ്റ് പഠിച്ച നേഴ്സുമാരെന്ന് പറഞ്ഞാൽ, അതായത് അവർ പറയുന്ന കുറച്ച് കൺട്രീസ് ഉണ്ട്, അതായത് അവർ പറയുന്ന കുറച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് നമ്മുടെ നഴ്സിംഗ് പഠിച്ചതെങ്കിൽ, ഈവൻ നമ്മൾ മലയാളികളായിട്ട് അവിടെ പോയി നഴ്സിംഗ് ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് ഈ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അത് ഏതൊക്കെ കൺട്രിയാന്ന് പറഞ്ഞാൽ, ഒന്ന് UK, ഒന്ന് സിംഗപ്പൂർ, പിന്നെ ഒന്ന് ബ്രിട്ടീഷ് കൊളംബിയ അല്ലെങ്കിൽ ഒണ്ടാരിയോ ഇൻ കാനഡ, പിന്നെ USA. അപ്പോൾ ഈ കൺട്രീസിൽ നമ്മുടെ നഴ്സിംഗ് ഡയറക്റ്റാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രാൻസ്ക്രിപ്റ്റ് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് അവിടെ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തമ്മിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. ആ അഗ്രിമെൻ്റ് കൊണ്ട് ഓസ്ട്രേലിയക്കും ഡയറക്റ്റായിട്ട് നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഓൺസ് നമ്മൾ ഈ CGFNSൻ്റെ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവർ തന്നെ ചോദിക്കും ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള വേറെ കൗൺസിൽ രജിസ്ട്രേഷനാണ് പിന്നീടുള്ളത്. അപ്പം ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിൽ നമുക്ക് പിന്നീട് വേണ്ടത് നമ്മൾ അവിടെ കോമ്പിറ്റൻ്റ് ആണെന്ന് തെളിയിക്കണം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നഴ്സിംഗ് ലൈസൻസ് വെച്ച് അവിടെ കോമ്പിറ്റൻ്റ് ആവാൻ പോകുന്നതെന്ന് നമ്മൾ കോമ്പിറ്റൻസി കഴിഞ്ഞിട്ടാണ് അവർ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണുള്ളത്, അതായത് തിയറി എക്സാമും ഒരു പ്രാക്ടിക്കൽ എക്സാമും. അപ്പോൾ തിയറി എക്സാം എന്ന് പറയുന്നത് നമ്മളൊരു 2 day ഓറിയൻറ്റേഷൻ ക്ലാസ്സും ഒരു പ്രിപ്പറേഷൻ കോഴ്സുമാണ് അറ്റൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ എക്സാം എഴുതേണ്ടത്. അപ്പോൾ എനിക്ക് ഡൗട്ട്, നമ്മൾ ഈ എക്സാം എഴുതാൻ വേണ്ടി ന്യൂസിലാൻഡ് പോകണമെന്നുണ്ടോ? ഇല്ല, ഓൺലൈൻ കോഴ്സ് നമുക്ക് ഓവർസീസ് ആയിട്ട് എഴുതാം. പക്ഷെ അവരുടെ OSCE എഴുതണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വേണം OSCE എഴുതാനായിട്ട്. അപ്പോൾ ഈ OSCE എന്ന് പറഞ്ഞത്, അതായത് ഒരു തിയറിയും ഒരു പ്രാക്ടിക്കൽ എക്സാമും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് 1 തിയറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനവർ ഒരു 2 day ഓറിയൻറ്റേഷൻ കോഴ്സും പിന്നെ കുറച്ച് പ്രിപ്പറേഷൻ കോഴ്സും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റും. ഈ ഓൺലൈൻ എക്സാം പാർട്ട് ഫിനിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് OSCE, അതായത് പ്രാക്ടിക്കൽ എക്സാം. ഇതൊരു 3 hours ആണുള്ളത്. ഇതിനുള്ള അക്രഡിറ്റഡ് സെൻറ്റേഴ്സ് ഓൺലി ഈ ന്യൂസിലാൻഡാണ്. അത് നമ്മൾ ബുക്ക് ചെയ്ത് അവർ അലോട്ട് ചെയ്ത് നമ്മൾ പോയി ആ ഒരു ടൈമിൽ പോയി എഴുതുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ന്യൂസിലാൻഡിൽ പോയി എഴുതുമ്പോൾ നമ്മൾ വിസിറ്റ് വിസ ബുക്ക് ചെയ്തിട്ട് വേണം ന്യൂസിലാൻഡിൽ പോയിട്ട്. അത് ഓൺസ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പക്ഷേ ഈ കട്ട് ഓഫ് ഡേറ്റ്, ഈ എക്സാമിൻ്റെയും OSCEയുടെയും ആ കട്ട് ഓഫ് ഒരു ചേഞ്ച് ഡേറ്റ് ഉണ്ട്. അതായത് 4 December 2023 ബിഫോർ ആൻഡ് ആഫ്റ്റർ 4 December 2023. അപ്പം ഈ ചേഞ്ച് ഞാനിപ്പോൾ പറഞ്ഞത് ആഫ്റ്റർ 4 December 2023 ആണ്. അതായത് ലാസ്റ്റ് ഡിസംബർ 2023ക്ക് ശേഷമാണെങ്കിലാണ് ഈ ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാമും നമ്മുടെ ഈ ക്ലിനിക്കൽ പ്രാക്ടിക്കൽ എക്സാമും ഇപ്പം നടത്തുന്നത്. അതല്ലാതെ നമ്മൾ ഈ 4th December 2023 നമ്മുടെ CGFNS പ്രോസസ് ഫോർ ന്യൂസിലാൻഡ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ വേറൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ക്യാപ്പ് അസസ്മെൻറ്റ്, അതായത് കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാമാണിത്. ഇതൊരു ജനറലി ഒരു 6 to 12 weeks പ്രോഗ്രാമാണ്. ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമോ ആണ് അലോട്ട് ചെയ്തിട്ട് അവർ ആ ക്യാപ്പ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിനോട് കൂടെ തന്നെ ആ തിയറിയും ക്ലിനിക്കൽ കോമ്പണൻസും എല്ലാം അങ്ങ് നടന്നു പോകും. അപ്പോൾ അതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പം ബോത്ത് ക്യാപ്പ് എക്സാമിനേഷൻ പ്രോസസ്സും ആ സെയിം ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടും.
ഇനി നമ്മൾ ഈ CGFNSൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ ഫീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം CGFNS വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ഒരു $300 ആവുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക്, നമുക്കൊരു പോലീസ് ചെക്ക് ആവശ്യമാണ്, ലാസ്റ്റ് 10 years ഉള്ള പോലീസ് ചെക്ക്. അപ്പം പോലീസ് ചെക്ക് ഇവർ ന്യൂസിലാൻഡിന് ചെയ്യുന്ന ഒരു ഫിറ്റ് വർക്ക് ഏജൻസി കൂടെയാണ്. അപ്പോൾ ഫിറ്റ് വർക്ക് ഏജൻസിയിൽ കൂടെ ചെയ്യുന്നതാണ്, നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നത് ഒരു $159 ഓസ്ട്രേലിയൻ ആണ്. പിന്നെ കോമ്പിറ്റൻസി അസസ് എക്സാമിനേഷൻ ക്യാപ്പിന് വേറെ പൈസയുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് 2 പാർട്ടായിട്ടുണ്ട്. IQ1 തിയറിറ്റിക്കൽ എക്സാം, അതായത് അവർ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെഡിക്കേഷൻ സേഫ്റ്റിയും നമ്മുടെ നഴ്സിംഗ് നോളജിനെ കുറിച്ചുമാണ് അവരുടെ തിയറി എക്സാമിനായിട്ട് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് $140 ആണ് വരുന്നത്. അതിന് റീസിറ്റ് ആണെങ്കിൽ അതിന് വേറെ പൈസ ഉണ്ട്, കുറച്ച് പൈസ കുറവായിരിക്കും എന്നേ ഉള്ളൂ. പിന്നെ ക്ലിനിക്കൽ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഓസ്കിക്ക് വേണ്ടത്, ഓസ്കി ഓറിയൻറ്റേഷൻ പ്രിപ്പറേഷൻ കോഴ്സിന് വേണ്ടത് $500 ഓസ്കി ക്ലിനിക്കൽ എക്സാമിന് $3000 ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പം ന്യൂസിലാൻഡിൽ ജോബ് ഓഫേഴ്സ് ഒത്തിരി കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ഈ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് നമുക്ക് ഓസ്ട്രേലിയക്ക് ഒരു പ്രോസസ്സായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെ ന്യൂസിലാൻഡ് നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഡയറക്റ്റ് അവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കുക, നമുക്ക് ഓസ്ട്രേലിയക്ക് വരാമായിരുന്നു. ഇപ്പോഴാണ് അവരുടെ നിയമങ്ങളൊക്കെ മാറ്റിയത്, കുറച്ചുകൂടെ അവിടെ പോയി ഓസ്കി ചെയ്യേണ്ടി വന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഇപ്പം ന്യൂസിലാൻഡ് വഴി വരുന്ന ആരും അവിടെ വർക്ക് ചെയ്യുന്നില്ല. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ആ നിയമങ്ങളൊക്കെ മാറ്റിയത്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ള ഞങ്ങൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓവർസീസ് നഴ്സസ് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സസ് നമ്മുടെ നാട്ടിലുള്ളവർക്കും മിഡിൽ ഈസ്റ്റിലുള്ളവർക്കും ഇപ്പോൾ UK-യിലുള്ളവർക്കുമാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനാണ്, എങ്ങനെയാണ് അതൊരു ട്രാൻസിഷൻ സ്മൂത്ത് ആയിരിക്കും ഓസ്ട്രേലിയക്ക് വരാനായിട്ടുള്ള. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസുകളിലൂടെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതായിരിക്കും. അറിയാത്ത കാര്യങ്ങൾ ആ കമൻറ്റിൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.